വട്ടം ചുറ്റിക്കുന്ന നൂലാമാലകൾ ഒഴിവാക്കിയും ചട്ടങ്ങളും നിയമങ്ങളും കാലാനുസൃതമായി ലഘൂകരിച്ചും ഭരണം മികച്ചതാക്കാൻ അതിവേഗ നടപടികളുമായി സർക്കാർ. ഇതിനായി പൊതുഭരണ വകുപ്പിൽ രൂപീകരിച്ച ബിസിനസ് പോളിസി ആൻഡ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സെല്ലിന്റെ തലവനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിനെ നിയമിച്ചു. സെല്ലിന്റെ പ്രവർത്തനത്തിന് 3.09 കോടി നൽകും. ചീഫ് സെക്രട്ടറി വഴി മുഖ്യമന്ത്രിക്കും മന്ത്രിസഭയ്ക്കുള്ളിലുമായിരിക്കും പരിഷ്കരണ നടപടികൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ചോദ്യാവലി തയ്യാറാക്കി ജനങ്ങളിൽ നിന്ന് അഭിപ്രായവും തേടും. ഫയലുകളിൽ തീരുമാനം വൈകാൻ കാരണം കടന്നുപോകുന്ന തലങ്ങളുടെ ആധിക്യവും ആവർത്തിച്ചുള്ള പരിശോധനകളുമാണെന്ന് സർക്കാർ കരുതുന്നു. സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിന്റെ തട്ടുകൾ കുറച്ചും ഓഫീസ് മാനുവലും റൂൾസ് ഓഫ് ബിസിനസും പരിഷ്കരിച്ചും തീരുമാനങ്ങൾ വേഗത്തിലാക്കും. സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങൾ, വകുപ്പ് തല മാനുവലുകൾ, അധികാര വികേന്ദ്രീകരണ ഉത്തരവുകൾ, വകുപ്പുകൾ തമ്മിലുള്ള റഫറൻസുകൾ, പതിവ് അംഗീകാര പ്രക്രിയ എന്നിവ റീ എഞ്ചിനീയറിംഗ് സെൽ പുനഃപരിശോധിക്കും. ഒഴിവാക്കാവുന്ന പരിശോധനാ ഘട്ടങ്ങളും ആവർത്തിച്ചുള്ള നോട്ടിങ്ങുകളും അനാവശ്യ റഫറൻസുകളും കണ്ടെത്തും. തുടർച്ചയായി പരിഗണിക്കുന്ന വിഷയങ്ങളിൽ ഫയലുകളുടെ സ്റ്റാൻഡേർഡ് ചെക്ക് ലിസ്റ്റുകൾ, അധികാര കൈമാറ്റം, ഡിസിഷൻ ഗേറ്റ് മാതൃകകൾ, ഇ ഓഫീസ് വർക്ക് ഫ്ലോ എന്നിവയും പരിഷ്കരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഘടനയും പുനഃപരിശോധിക്കും. കേഡർ തസ്തികകൾ മാറ്റും. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് 2 വർഷം മിനിമം സേവന കാലാവധി ഉറപ്പാക്കും. സ്ഥലം മാറ്റത്തിനും നടപടിയെടുക്കാനുമുള്ള സിവിൽ സർവീസസ് ബോർഡ് സംവിധാനം ശക്തമാക്കും. അകാല സ്ഥലം മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തും. സ്റ്റേറ്റ് സബോർഡിനേറ്റ് യൂണിവേഴ്സിറ്റി സർവീസുകൾ, സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ, കോർപ്പറേഷനുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങൾ എന്നിവയുടെ സർവീസ് ചട്ടങ്ങളും സ്പെഷ്യൽ റൂളുകളും എസ്റ്റാബ്ലിഷ്മെന്റ് ചട്ടങ്ങളും പരിഷ്കരിക്കാം. ഭൂരിഭാഗം ചട്ടങ്ങളും സംയോജിപ്പിക്കുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യും. പദ്ധതികളുടെ നടത്തിപ്പിനുള്ള നടപടിക്രമങ്ങളും ഭേദഗതി ചെയ്യും. വർക്കിംഗ് ഗ്രൂപ്പുകൾ, പ്ലാൻ പ്രോജക്ട് രൂപീകരണം, ഭരണ സാങ്കേതിക സാമ്പത്തിക അനുമതി, പദ്ധതി അംഗീകാരം, പുനർവിനിയോഗം, പ്രോജക്ട് മോണിറ്ററിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ പുനഃപരിശോധിക്കും. വിവിധ ഘട്ടങ്ങളിലെ ആവർത്തിച്ചുള്ള പരിശോധനകൾ കുറയ്ക്കും. പദ്ധതി നടത്തിപ്പിൽ വ്യക്തമായ ഉത്തരവാദിത്തം, സമയപരിധി, ഫലപ്രാപ്തി ട്രാക്കിംഗ് നിർബന്ധമാക്കും. വേഗത്തിലുള്ള ഡിജിറ്റൽ അംഗീകാര പ്രക്രിയയ്ക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കും. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം കുറയ്ക്കാൻ നിസ്സാര ക്രിമിനൽ കുറ്റങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള നടപടിയെടുക്കും. BNS പ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പട്ടികയുണ്ടാക്കും. ജില്ലാ സബ് കോടതികളിൽ 3.5 ലക്ഷത്തോളം കേസുകൾ തീർപ്പാക്കാനുണ്ട്. 2.37 ലക്ഷം ക്രിമിനൽ കേസുകളും ഇക്കൂട്ടത്തിലുണ്ട്. 3 വർഷത്തിലേറെ പഴക്കമുള്ള കേസുകളാണ് ഭൂരിഭാഗവും. ഹൈക്കോടതിയിൽ 2.5 ലക്ഷത്തോളം കേസുകളാണ് തീർപ്പാക്കാനുള്ളത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം, പ്ലാൻ സ്പേസ് 2 രജിസ്റ്റർ, സർക്കാർ സ്ഥാപനങ്ങളുടെ രജിസ്ട്രി, കാലഹരണപ്പെട്ട നിയമങ്ങളുടെ ഭേദഗതി ഉൾപ്പെടെ 5 പ്രധാന പരിഷ്കാരങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി, കെട്ടിടങ്ങൾ, പൈതൃക നിർമ്മിതികൾ, റോഡുകൾ, പാലങ്ങൾ, വാഹനങ്ങൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയ എല്ലാ ആസ്തികളുടെയും സമഗ്രമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പോർട്ടലായ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം രൂപീകരിക്കും. പ്ലാൻ സ്പേസ് 2 രജിസ്റ്ററിലൂടെ എല്ലാ വകുപ്പുകളുടെയും മൂലധന പദ്ധതികൾ ജിയോ ടാഗ് ചെയ്യുകയും GIS അധിഷ്ഠിതമായി ട്രാക്ക് ചെയ്യുകയും ചെയ്യും. നിലവിൽ 2000-ഓളം പദ്ധതികളുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ സംവിധാനത്തിൽ ലൊക്കേഷൻ കോർഡിനേറ്റുകൾ, ഫണ്ട് സ്രോതസ്സുകൾ തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇത് വിപുലീകരിക്കും. സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന 591 സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി പ്രത്യേക രജിസ്ട്രി തയ്യാറാക്കും. ഈ സ്ഥാപനങ്ങളിലെ ശമ്പളാവശ്യങ്ങൾക്കായി മാത്രം നിലവിൽ ഏകദേശം 19,000 കോടി രൂപ ചെലവാകുന്നുണ്ടെന്നും കാലഹരണപ്പെട്ടതും ഒരേ സ്വഭാവമുള്ളതുമായ സ്ഥാപനങ്ങളെ സംയോജിപ്പിക്കാനാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ ഭരണ പരിഷ്കാരങ്ങൾ വരുത്തുമ്പോൾ ഡാറ്റാ സുരക്ഷ സുപ്രധാന വിഷയമായതിനാൽ സംസ്ഥാനത്തെ ഏജൻസികൾക്കാണ് മുൻഗണന നൽകുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പദ്ധതികളുടെ നടത്തിപ്പിന് തടസ്സമാകുന്ന നിയമപരമായ പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിനായി കാലഹരണപ്പെട്ടതും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങൾ അവലോകനം ചെയ്ത് ഭേദഗതി വരുത്തും. പൊതുജനങ്ങളുടെയും ബിസിനസ് ആവശ്യങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെ ഇടപെടലുകൾ ലളിതമാക്കാൻ പ്രോസസ് റീ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കും. ഇതിന്റെ ഭാഗമായി ധനകാര്യം, നിയമം, നികുതി, വ്യവസായം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളിലെ അനാവശ്യ പരിശോധനാ ഘട്ടങ്ങളും പേപ്പർ സമർപ്പണവും ഒഴിവാക്കി നടപടിക്രമങ്ങൾ പൂർണ്ണമായും ആധുനികവൽക്കരിക്കും. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.